വീണ്ടും ആ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഈ എഫ്ഐആറിൽ ക്രമക്കേട് വരുത്തി ബാൽക്കണിയിൽ നിന്ന് വീണു എന്ന് വരുത്തി ചേർത്തു. അതായത് കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം തുടക്കത്തിലേ നടത്തി. ഈ പെൺകുട്ടി ഇനി കൊടുക്കാൻ പോകുന്ന മൊഴികളൊക്കെ കൂടുതൽ നിർണായകമാണോ കേസിൽ? ആ കുട്ടിയുടെ സ്ഥിതി എന്താണ്? കോഴിക്കോട് ഹോട്ടൽ ഉടമ ദേവദാസിനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ആ കുടുംബം വന്നിട്ട് പോലീസുകാർക്കെതിരെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതാണ് സത്യത്തിൽ പോലീസുകാർ ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി വീണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം സംസാരം വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അവർക്ക് എത്രമാത്രം ഈ കേസിനോട് താല്പര്യം ഉണ്ട് എന്നുള്ള രീതിയിലാണ്. എന്തുവാടേ ഇവിടെ ഈ നടക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് പോകുന്നേ. തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ ആ വീഡിയോ റെക്കോർഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കാണുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹം കാണിച്ച രീതികളും പെരുമാറ്റവും എല്ലാം. എന്നിട്ട് പോലും അതിനൊരു ഇത് കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പണമാണോ ഇവിടെ ഏറ്റവും കൂടുതൽ വലുത്? പണത്തിന്റെ മേലെയാണോ ഇവിടെ എല്ലാം നടക്കുന്നത്? അവന്മാർ നല്ല രീതിയിൽ പണം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് സംബന്ധമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. തൊട്ടടുത്ത് തന്നെ, അതായത് ഈ കാണുന്നത് വീടാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടലും ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ ഹോട്ടലിലെ തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. മറ്റൊരു കാര്യം, ഈ ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ്. ഇന്നലെ രാത്രിയാണ് പ്രതി കൊച്ചിയിലേക്ക് യാത്ര ആരംഭിച്ചത്. അതായത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അഭിഭാഷകന്റെ നേതൃത്വത്തിൽ മുൻകൂർ ജാമ്യം തേടുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. അത് കോഴിക്കോട് സ്വന്തം വാഹനം ഉപേക്ഷിച്ച ശേഷം ഇവിടെ നിന്നൊരു ബസ്സിലായിരുന്നു യാത്ര ചെയ്തത്. ആ യാത്രക്കിടെ തൃശ്ശൂരിൽ നിന്നുമാണ് പ്രതി പിടിയിലാവുന്നത്. തുടർന്ന് മുക്കത്തെത്തിക്കുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ താമരശ്ശേരി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതിനുശേഷം ഇന്ന് റിമാൻഡ് ഹൈക്കോടതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത സമയത്താണ് പോലീസുകാർ നൈസായിട്ട് അണ്ണനെ അങ്ങ് തൂക്കിയത്. നൈസായിട്ട് തൂക്കിയെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കേസ് കൈവിട്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള ഇത് കാണിച്ചത്. അല്ലെങ്കിൽ അവന്മാർ അതും കാണിക്കത്തില്ലെന്ന് നമുക്ക് ഇപ്പം തന്നെ 2 ദിവസത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കൂട്ടത്തിൽ 2 അവന്മാരും കൂടെ ഉണ്ട്. അവന്മാരെ കൂടെ കിട്ടാനുണ്ട്. അവന്മാരെ കിട്ടിയാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അവന്മാരെ അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല. മുതലാളി അനുഭവിക്കുന്നതിന്റെ കണ്ടുപന്മാരെ വിറയ്ക്കണം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റ് 2 പ്രതികളെ കൂടിയാണ് ഇനി പിടികൂടാനുള്ളത്. 2 പ്രതികളെ കൂടി പിടികൂടിയ ശേഷം 3 പ്രതികൾക്കും വേണ്ടി ഒന്നിച്ചായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാൻ പോവുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. മറ്റ് 2 പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് കാരണം ഈ ദേവദാസിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് 2 പേരും എവിടെയുണ്ടത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മറ്റ് 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം വിവിധ കോണുകളിൽ നിന്നും ഈ പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട്, ഈ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. അതായത് അറസ്റ്റ് മനഃപൂർവ്വം പോലീസ് വൈകിപ്പിക്കുകയാണ്, ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന കാര്യം ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ അതും പോലീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലതാമസം മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം കൂടിയാണ് താമരശ്ശേരി ഡിവൈഎസ്പി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഉന്മേഷ്, നാട്ടിലെ ഒരു പ്രമാണിയാണെന്ന് എല്ലാവരും പറയുന്നത്. അത്യാവശ്യം വേണ്ടി നല്ല കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് പരമാവധി ഈ കേസ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി തന്നെ അവൻ ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ അവൻ പൈസ എറിയുകയും ചെയ്യും. ഇനിയിപ്പോൾ നല്ല കുഞ്ഞാവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി കാണാൻ പോകുന്നതൊക്കെ. ആ പെണ്ണിന്റെ തലയിൽ വെക്കുന്ന രീതിയിലോട്ടും കാര്യങ്ങൾ കൊണ്ടുപോകും. നിങ്ങൾ ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്കിള് പുറത്തിറങ്ങാൻ നാണക്കേടാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഇയാളുടെ ഹോട്ടലിന്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഓണർമാർക്ക് അങ്ങനെ കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല സത്യം പറഞ്ഞാൽ. അത് എന്തുകൊണ്ടാണെന്ന് ഇയാൾ നല്ല രീതിയിൽ പൈസ എറിയുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്വന്തം മോളെ പോലെ കാണുന്നതെന്നാ പറയുകയൊക്കെ ചെയ്യുന്നത്. മക്കളോടൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത്? സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്, കണ്ണാടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ജീപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കടന്ന് പറയുന്നുമുണ്ട്. നാണമില്ലാത്ത നാറി. എന്നിട്ട് കാണിച്ചത് എല്ലാവരും നിങ്ങൾ കണ്ടത്. എൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു അതെല്ലാം പുറത്തു വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ ഈ കേസ് വേറെ രീതിയിലായി പോയേനെ. വീണ്ടും ആ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഈ എഫ്ഐആറിൽ ക്രമക്കേട് വരുത്തി ബാൽക്കണിയിൽ നിന്ന് വീണു എന്ന് വരുത്തി ചേർത്തു. അതായത് കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം തുടക്കത്തിലേ നടത്തി. ഈ പെൺകുട്ടി ഇനി കൊടുക്കാൻ പോകുന്ന മൊഴികളൊക്കെ കൂടുതൽ നിർണായകമാണോ കേസിൽ? ആ കുട്ടിയുടെ സ്ഥിതി എന്താണ്? ബാൽക്കണിയിൽ നിന്ന് തെന്നി വീണെന്നുള്ള രീതിയിലായി ഇപ്പോൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് എത്രമാത്രം ഇയാൾ പൈസ എറിഞ്ഞിട്ടുള്ള രീതിയിലാണ്. മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മൊഴി വഴി മാറ്റുക എന്ന് പറയുമ്പം നിസ്സാര കാര്യമാണോ? ആ കുട്ടിയുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഇയാൾ 1, 2, 3, 4 എടുത്ത് വലിച്ചെറിഞ്ഞാലും അവരെവിടം വരെ പോകാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എറിഞ്ഞ് അങ്ങ് ഒതുക്കാന്ന് കരുതി കാണും. എന്തായാലും ഇതങ്ങനെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ന്യൂസ് നല്ല രീതി വൈറലായൊരു സംഭവം തന്നെയാണ്.
അപർണ, രാത്രി 11:00 ഈ പെൺകുട്ടി താമസിക്കുന്ന ഇടത്തേക്ക്, അതായത് ഈ ഹോട്ടലിന്റെ ഏതാനും മീറ്റർ മാത്രം മാറിയാണ് ഈ വാസസ്ഥലമുള്ളത്. അവിടേക്ക് ഈ പ്രതികൾ എത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം പെൺകുട്ടി സ്വജീവൻ അപകടത്തിലാവും എന്ന് അറിഞ്ഞിട്ട് പോലും പ്രാണരക്ഷാർത്ഥം ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു. അവിടെ വീണുകിടന്ന ശേഷം വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായപ്പോൾ അയൽവാസികളൊക്കെ അടക്കം അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് ഈ പ്രതികൾ തന്നെ ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. KMCT ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഈ യുവതി അവിടുത്തെ ആളുകൾക്ക് മൊഴി നൽകി. ഇത്തരത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ പ്രാണരക്ഷാർത്ഥം വീടിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. അവരുടെ കൈവശം ഈ മുഖം വായിലൊട്ടിക്കുന്ന തരത്തിലുള്ള ടേപ്പുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങൾ കേട്ടതോടുകൂടി കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്നും പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് പെൺകുട്ടിയെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും പോലീസും മറ്റുമൊക്കെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനായി ശ്രമം നടത്തിയപ്പോൾ താൻ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയതാണ് എന്നാണ്. പക്ഷേ FIR ഇത് രേഖപ്പെടുത്തിയത് ഈ ബാൽക്കണിയിൽ നിന്നും ഫോൺ വിളിക്കുമ്പോൾ താഴേക്ക് ചാടി എന്ന രീതിയിലാണ് എന്നാണ് കുടുംബം പറയുന്നത്. അത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ കേസിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കുന്നതിനുള്ള ഒരു നീക്കമാണ്. ഒപ്പം പ്രതികളുടെ ഭാഗത്തു നിന്നും ഈ കേസിലെ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് FIR വന്ന റിപ്പോർട്ട് നിങ്ങൾ കണ്ടല്ലോ. ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് തെറ്റി വീണയാന്നുള്ള രീതിയിലാണ്. മണ്ടന്മാരെ, നിങ്ങൾ എങ്ങനെയാണ് FIR കയറ്റി? ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് പച്ചക്കള്ളവെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ എത്രമാത്രം അയാൾ പൈസ എറിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ കൊച്ചി രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം മാനം ഒരുത്തന്റെ മുമ്പിൽ കാഴ്ച വെക്കാതിരിക്കാൻ വേണ്ടി അവളെ എടുത്ത് ചാടിയതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് കേരളം തന്നെയാണോ? സത്യം പറഞ്ഞ ഒരു അതിപ്പതിച്ച ഒരു വർഷമാണ് സത്യം പറഞ്ഞാൽ 2025. ജനുവരി അറിയാമല്ലോ, നശിച്ചൊരു മാസവും ഫെബ്രുവരി അതിന് തുടക്കം ഇടുകയും ചെയ്തു. ഇനി പിന്നെ എന്തൊക്കെ കാണണമെന്ന് ഇനി കണ്ടറിയാം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഹോട്ടൽ സങ്കേതം ഹോട്ടൽ മുക്കം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നല്ല പണി. അവിടുത്തെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ അവന്മാർ കൊടുത്തിരിക്കുന്നതല്ല, ഇപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഒരു ഹോട്ടൽ ഓണറിന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ മാത്രം എത്രമാത്രം പൈസ വരെ എറിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇതിന്റെ കുറച്ചും കൂടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും, ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.